അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സിലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കാം എന്ന് പറഞ്ഞു. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്നും വന്നവരല്ലോ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. പുരുഷാരത്തെ കണ്ട് എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. യേശുവിൻ്റെ വിളി കേട്ട് സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ ആ സമയം യേശുവിനെ വിട്ട് അല്പം അകലെയായിരിക്കും നിന്നിരുന്നത്. എല്ലാവരും കേൾക്കുകയല്ല യേശു ഈ കാര്യം പറഞ്ഞത്, തൻ്റെ ശിഷ്യന്മാരോട് മാത്രമാണ് യേശു പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സംസാരിക്കുവാൻ പഠിക്കുന്നതിന് മുമ്പേ ഒരു ശിശു സംസാരിക്കുന്നത് നാം കേട്ട് കാണും. പ്രാസമൊപ്പിച്ച് പറയുവാനോ വ്യാകരണം പഠിച്ച് സംസാരിക്കുവാനോ കുഞ്ഞിനെ അറിയില്ല. ആ കുഞ്ഞ് പറയുന്ന അവ്യക്തമായ വാക്കുകൾക്ക് പോലും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ, ഇനി അവർ എത്ര വലിയ രാജാക്കന്മാരായിരുന്നാലും ശ്രദ്ധ കൊടുക്കും. ആ കുഞ്ഞിൻ്റെ വാക്കുകൾ തൻ്റെ പിതാവിന് ശ്രേഷ്ഠമായിരിക്കുന്നതിനേക്കാൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ വാക്കുകൾക്ക് യേശു പ്രാധാന്യം നൽകുന്നു. എന്നാൽ നാം യേശുവുമായി സംസാരിക്കുവാൻ സമയം കണ്ടെത്താതെ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് ഓടിപ്പോവുകയാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കാതിരുന്ന ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ ന്യായവിധി അറിയിപ്പാനാണ് പല പ്രവാചകന്മാരെയും ദൈവം അയച്ചിട്ടുള്ളത്. നാം കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച യേശു നമ്മെയും അടുക്കൽ വിളിക്കും. ശിഷ്യത്വത്തിൻ്റെ ആദ്യ പാഠമായിട്ടായിരിക്കാം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്ക് പുരുഷാരത്തെ കണ്ട് മനസ്സലിവ് തോന്നുന്നു എന്ന്. യേശു ആ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ പിൻഗമിക്കുന്ന ശിഷ്യന്മാർ മറ്റുള്ളവരോട് അനുകമ്പ ഉള്ളവരായിരിക്കണം എന്നതാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ എന്ന്. യേശുവിന് ജനത്തോട് കരുണ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. 3 ദിവസമായി എൻ്റെ വചനം കേട്ടുകൊണ്ട് എന്നോടൊപ്പം അവർ ജീവിച്ചു. അല്പസമയം യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുവിൽ നിന്നും വചനം കേട്ടുകൊണ്ടിരുന്ന മറിയായെ യേശു മാർത്തയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചത് എപ്രകാരമായിരുന്നുവെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 41-ഉം 42-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് മാർത്തയോട് പറയുകയാണ്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. എന്നാൽ ഇവിടെ ഇതാ യേശുവിനോട് കൂടെ 3 ദിവസം തുടർച്ചയായി താമസിച്ച് വചനം കേട്ടുകൊണ്ടിരുന്ന ജനം, ഭക്ഷണം ഒന്നും കഴിക്കാതെ യേശുവിനോട് കൂടെ സമയം ചിലവഴിച്ച ജനം. അതെ, ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ജനത്തോട് യേശുവിന് കരുണ തോന്നി. എന്തുകൊണ്ട്? അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് പോലും മറ്റൊരുത്തിൻ്റെ വിശപ്പും ദാഹവും ക്ഷീണവും മനസ്സിലാക്കുവാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ക്ഷീണമെല്ലാം അറിയുന്നവനായ കർത്താവ് നാം ഏത് വിഷയത്തിൽ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ആകയാൽ യേശുവിൻ്റെ പാദപീഠത്തിൽ സമയം ചിലവഴിച്ചു കൊള്ളുക. പ്രശ്നപരിഹാരം യേശുവിൻ്റെ പാദപീഠത്തിൽ ഉറപ്പാണ്. മാർത്തയെപ്പോലെ പലതിനെക്കുറിച്ച് ഭാരപ്പെടുകയാണോ? ക്ഷീണം കൊണ്ട് തളർന്നിരിക്കുകയാണോ? ക്ഷീണം മാറ്റുവാനായി കഴിവുള്ള യേശുവിൻ്റെ കാൽക്കൽ അഭയം പ്രാപിക്കൂ. മരണത്തെ ജയിച്ചവനായ കർത്താവ് നമ്മുടെ പ്രശ്നത്തിനും പരിഹാരം വരുത്തും. അതിന് നാം ചെയ്യേണ്ടത് താല്പര്യപൂർവ്വം യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം വായിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് വലിയ ഒരു കൂട്ടം ജനം യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത്. അത് 3 ദിവസം തുടർച്ചയായി അവനോട് കൂടെ താമസിച്ചുകൊണ്ട് തന്നെ.
എന്തുകൊണ്ടാണ് ജനം ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? കുറഞ്ഞ പക്ഷം ബാലകൻ തൻ്റെ കയ്യിലെ അപ്പം കഴിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അന്ത്രയോസ് ബാലകൻ്റെ കയ്യിലെ അപ്പം കണ്ടത് എങ്ങനെയാണ്? ഉത്തരം ലഭിക്കുവാൻ വലിയ പ്രയാസമുണ്ടാവുകയില്ല. അപ്പത്തിൻ്റെ പൊതി തുറന്ന് അത് ഭക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം നിത്യജീവൻ്റെ മൊഴികളാണ് യേശുവിൻ്റെ അതിരങ്ങളിൽ കൂടി പുറത്തു വന്നുകൊണ്ടിരുന്നത്. യേശുവിൽ കൂടി കേട്ടുകൊണ്ടിരുന്ന ദൈവശബ്ദം മൂലം ജനത്തിൻ്റെ ആത്മാവ് സ്വർഗീയ സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. അവരുടെ വയറിൻ്റെ വിശപ്പിനേക്കാൾ യേശുവിൻ്റെ ശബ്ദം അവരുടെ ആത്മാവിൻ്റെ വിശപ്പ് വർദ്ധിപ്പിച്ചു. ബൈബിൾ വായിക്കുവാൻ പോലും കഴിയാതെ വണ്ണം വ്യസനം കൊണ്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമുക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു എല്ലാവരാലും കൈവിടപ്പെട്ട് വ്യസനപാത്രമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. യേശുവിൻ്റെ അതിരങ്ങളിൽ കൂടി പുറത്തു വന്നുകൊണ്ടിരുന്ന ദൈവശബ്ദത്തിൽ കൂടി ജനത്തിനാവശ്യമായ സ്വർഗീയ ഭോജനം ലഭിച്ചുകൊണ്ടിരുന്നതിനാൽ വയറിൻ്റെ വിശപ്പ് 3 ദിവസമായി അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവരുടെ വയറിൻ്റെ വിശപ്പ് അവർ അറിഞ്ഞില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു അത് അറിഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ അവരെ പട്ടിണിയായി അവരുടെ ഭവനങ്ങളിലേക്ക് അയക്കുകയില്ല എന്ന്. അത് മറ്റാരെക്കാളും നമ്മെ അറിയുന്നവനും മറ്റാരെക്കാളും നമുക്കായി കരുതൽ ഉള്ളവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. നാം നേരിടുന്ന ഏത് പ്രതിസന്ധിയും നേരിടുവാൻ കഴിയുന്നവനും നമ്മെ സഹായിക്കുന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. നാം ചെയ്യേണ്ടതൊന്നു മാത്രം, യേശുവിൻ്റെ സന്നിധിയിൽ ചെന്ന് സ്വന്തം ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ യേശുവെ എന്നെ സഹായിക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിക്കുക എന്നതാണത്. നമ്മുടെ അപേക്ഷയിൽ കരുണ കാണിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നാം ശ്രദ്ധിക്കേണ്ടതൊന്നു മാത്രമാണ്, യേശു പാപത്തെ വെറുക്കുന്നവനും അനുസരിക്കുന്നവരെ ആദരിക്കുന്നവനും ആകയാൽ നാം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പാപം ചെയ്യാതെ നമ്മെ തന്നെ കാക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുവാൻ തയ്യാറാവുകയും ചെയ്യണം എന്നതാണത്. കാരണം യേശു വിശുദ്ധനാണ്. ഇന്ന് ഭൂമിയിൽ പാപം ചെയ്യുന്ന മനുഷ്യരാൽ അവരോധിക്കപ്പെടുന്ന മരിച്ച് ദ്രവിച്ചു പോയ വിശുദ്ധനല്ല കർത്താവായ യേശു ക്രിസ്തു. ദ്രവിക്കാത്ത ശരീരത്തിൻ്റെ ഉടമയും ഒന്നാമത്തെ പുനരുദ്ധാന പുത്രനും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തവും ഊറ്റി തന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഉള്ളവനും വിശുദ്ധിയിൽ അതിഭയങ്കരനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. ശിഷ്യന്മാരോട് യേശു തുടർന്ന് പറയുകയാണ്, അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അതെ, യേശു നമ്മെ കരുതുന്നത് പോലെ ഈ ഭൂമിയിൽ ആർക്കും നമ്മെ കരുതുവാൻ സാധിക്കുകയില്ല എന്ന് നാം ഓർക്കണം. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവസാന ഭാഗത്ത് യേശു പറയുകയാണ്, തൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് 3 ദിവസം തന്നോടൊപ്പം ചിലവഴിച്ചവരിൽ ചിലർ അതിദൂരത്തു നിന്നും വന്നവരല്ലോ എന്ന്. യേശു നമ്മുടെ വയറിൻ്റെ അവസ്ഥ മാത്രമല്ല, നമ്മുടെ ക്ഷീണവും അഡ്രസ്സും കൃത്യമായി അറിയുന്നവനാണ്. ആകയാൽ നാം പ്രതീക്ഷിക്കുന്ന ആരും നമ്മെ അന്വേഷിച്ച് വന്നില്ലെങ്കിലും നമ്മെ യേശു കർത്താവ് അന്വേഷിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ച് തരികയും ചെയ്യും നിശ്ചയം. അതിദൂരത്തു നിന്നും വന്നവർ ചെറിയൊരു കൂട്ടം മാത്രമാണ്. അവരെ സഹായിക്കുവാനാണ് വന്ന എല്ലാവരെയും കർത്താവ് അപ്പം കൊടുത്ത് തൃപ്തരാക്കിയത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം നമ്മെ അറിയുന്നതിനേക്കാൾ യേശു നമ്മെ അറിയുന്നു എന്ന കാര്യം നാം മറന്നു പോകരുത്. യേശു നമ്മെ അനാഥരായി വിടുകയില്ല. അവൻ നമ്മെ സഹായിക്കുകയും ചുമന്ന് പിടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ നാം ദൈവവചനം അനുസരിക്കാതെ പാപത്തിൽ വീണാൽ സാത്താൻ നമ്മെ കരസ്ഥമാക്കുകയും നിത്യനരകത്തിൽ നാം വീഴുവാനിട വരുത്തുകയും ചെയ്യും. ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്നേഹിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കഷ്ടത്തിലായിരിക്കുന്നുവെങ്കിൽ, സമാധാനമില്ലാത്തവർ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് അവരുടെ കഷ്ടത്തിൽ നിന്നും അവരെ വിടിവിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ വീടില്ലാത്തവർക്ക് സ്ഥലവും വീടും കൊടുത്ത് സഹായിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരത്തിൽ നിന്നും അവരെ രക്ഷിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.